ബിഗ് ബോസ് മലയാളം സീസൺ 7. സോ ഇപ്പം ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് മലയാളം സീസൺ 7 സംപ്രേഷണം തുടങ്ങിയിട്ട് ഏകദേശം അത്യാവശ്യം ദിവസങ്ങളായിട്ടുണ്ട്, 15 ദിവസത്തോളായിട്ടുണ്ട്. ഇപ്പോ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു കുടുംബശ്രീ തുടങ്ങുകയാണെങ്കിൽ, എല്ലാ സീസണും നമ്മൾ കുടുംബശ്രീ തുടങ്ങുകയാണെങ്കിൽ, ഈ പ്രാവശ്യം കുടുംബശ്രീയിലെ മെയിൻ മെമ്പറായിട്ട് വെക്കേണ്ടത് അബീശ്രീനെയും ഷാനവാസിനെയും അതുപോലെ ഒനിയൻ സാബുവിനെയാണ്. ഇവർ മൂന്ന് പേരും കൂടി ഒരു കുടുംബശ്രീ തുടങ്ങുന്നത് പോലെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവരുടെ മൂന്ന് പേരുടെയും പ്ലാനിങ് എന്ന് പറയുന്നത്, അതിന് മുന്നേ പ്ലാനിങ് പറയാൻ വരട്ടെ. സീസൺ തുടങ്ങിയപ്പോൾ തന്നെ ലാലേട്ടൻ പറഞ്ഞായിരുന്നു, ഇങ്ങനത്തെ എന്താ പറയുക, ഇങ്ങനത്തെ പല ചീട്ടുകളും ഇവിടെ എടുക്കാൻ തുടങ്ങിയാൽ വലിച്ചു കീറുമെന്ന്. അപ്പൊ ഇതിനെതിരെ ഒരു ആക്ഷൻ കൊണ്ടുവരണമെന്നാണ് എന്റെ അഭിപ്രായം. അബിശ്രീ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുകയാണ്. എന്താ പറയുന്നതെന്ന് വെച്ചാൽ, കൂടെ ഒനിയൻ സാബുവും ഏറ്റുപിടിക്കുന്നുണ്ട്, ഷാനവാസും ഏറ്റുപിടിക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ പ്ലാനിങ് എന്ന് ആദ്യം പറയുന്നത് സാരിക എന്ന് പറഞ്ഞ ഒരു മത്സരാർത്ഥിയെ കുറിച്ചാണ്. സത്യം പറഞ്ഞാൽ സാരികയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വീക്ക് മത്സരാർത്ഥി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം പുള്ളിക്കാരത്തി ഒരു കുടുംബശ്രീ അപ്പുറത്ത് തുടങ്ങുകയുണ്ടായിരുന്നു, നമുക്ക് കാണാനായിട്ട് സാധിച്ചു. കഴിഞ്ഞ വീക്കിലൊക്കെ എങ്ങനെയോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടെന്ന് പറയാം. കാരണം ബിഗ് ബോസിലായത് 2 ആഴ്ചയിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ പുള്ളിക്കാരത്തിക്ക് സാധിച്ചിട്ടില്ല. പിന്നീട് ഇവര് മെയിനായിട്ട് എന്താ പറയുക, ഇവര് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന മത്സരാർത്ഥി എന്ന് പറയുന്നത് സിംഗറായ അക്ബറാണ്. ഈ അക്ബർ എന്ന് പറഞ്ഞ മത്സരാർത്ഥി വന്ന സമയത്ത് രേണുസുതിക്കെതിരെ ഒരു പരാമർശം, സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞ പരാമർശം ഉന്നയിച്ച് കുറച്ച് സ്ക്രീൻ സ്പേസും കാര്യങ്ങളും സ്വന്തമാക്കി. പുള്ളി വന്ന 2 ദിവസങ്ങളിൽ പുള്ളിക്ക് നല്ല ഫാൻ ബേസ് പുറത്തുണ്ടായിരുന്നു. കാരണം ഐഡിയ സ്റ്റാർ സിംഗറിലെ മെയിൻ ഒരു സിംഗർ കൂടിയായിരുന്നല്ലോ അക്ബർ. പക്ഷേ പുള്ളിയുടെ ഒരു ഗെയിം പ്ലേ എന്ന് പറഞ്ഞാൽ വളരെ മോശം എന്ന് തന്നെ പറയും. അപ്പൊ അബീശ്രീ പറയുകയാണ്, അക്ബറിനെ ഒന്ന് പ്രകോപിപ്പിക്കുകയാണെങ്കിൽ അവന്റെ വായിൽ നിന്ന് തെറി വരും. സോ ഇതിനെ ഏറ്റുപിടിച്ച് ഷാനവാസും പറയുകയുണ്ടായി, ഒനിയൻ സബും പറയുകയുണ്ടായി, നീ തെറി വിളിച്ചാൽ ഞാൻ കാണിച്ചാൽ പുറത്തായിരുന്നെങ്കിൽ ഇടിച്ച് പരിപ്പിളക്കിന്. ആ ഒരു മൈൻഡ് സെറ്റിലോട്ടാണ് ഒനിയൻ സബു പറയുന്നത്. അപ്പം അബീശ്രീ പറയണം, നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മതി, സപ്പോർട്ട് ചെയ്താൽ മതി, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, ഞാൻ ഒരു ഷോ ഇറക്കും. അപ്പൊ അവനെ കൊണ്ട് മാക്സിമം പ്രകോപിപ്പിച്ചുകൊണ്ട് അവനെ കൊണ്ട് തെറി വിളിപ്പിക്കാം. അപ്പൊ നമുക്ക് ചോദിക്കാൻ കാരണമായില്ല. സോ ഇങ്ങനെ തെറി വിളിക്കുന്ന 2 ഗുണങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ആ മത്സരാർത്ഥിയുടെ വീക്ക് പോയിന്റ് ആയിട്ട് മാറും. പിന്നീട് അദ്ദേഹത്തിന് നമുക്കറിയാം, റോക്കിനൊക്കെ അറിയാലോ, സിജോയുടെ മൂക്കിടിച്ച് വരുത്തി റോക്കി ഔട്ടായി ഓർക്കുന്നുണ്ടല്ലോ. അതുപോലെ വായനൊരു തെറി വരികയാണ്, ഉറപ്പായിട്ടും ഒരു അടിപിടി ഉണ്ടാകും. അത് വെച്ച് സുഖമായിട്ടൊരു കണ്ടസ്റ്റന്റിനെ പുറത്താക്കാം. ഇവര് കുരുട്ട് ബുദ്ധി ഈ കുടുംബശ്രീക്ക് തിരുന്നുകൊണ്ട് പ്ലാൻ ചെയ്യിക്കാൻ. അപ്പൊ ഇവരും 3 പേരും പ്ലാൻ ചെയ്യുന്നത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള പ്രേക്ഷകർക്ക് ചിരിയാണ് വരുന്നത്. സോ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഗെയിം കളിച്ച് ഒരു ഇൻഡിവിജ്വലായിട്ട് ഒറ്റയ്ക്ക് മുന്നേറുകയാണെങ്കിൽ കാണാൻ രസമാണ്. പക്ഷേ ഈ സീസൺ കുഴപ്പമില്ല. ഇങ്ങനത്തെ പല എന്താ പറയുക, ബോറിംഗ് പരിപാടികൾ ഉണ്ടെങ്കിലും സീസൺ അത്യാവശ്യം നല്ല രീതിക്ക് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ അപ്ഡേറ്റുകൾ വരുമെന്നറിയാം. അപ്പൊ നിങ്ങൾ ഈ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ വരുന്ന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം.